Good morning and welcome to another episode of Everwood Vlogs. ഇന്നങ്ങനെ വലിയ സ്പെഷ്യൽറ്റി ഒന്നുമില്ല, പക്ഷേ I just wanted to give you an insight on how it looks like building a brand from scratch. Come on in for a day in my life at Everwood Paper Company. കഴിഞ്ഞൊരു 2-3 days ആയിട്ട് ഞാൻ എറണാകുളത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് ആയി. അപ്പം ഇന്ന് വി നീഡ് ടു സിറ്റ് ആൻഡ് വർക്ക് ഓൺ മെനി തിങ്സ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് ഈ ഒരു വീക്ക് ഒരു സെറ്റ് ഓഫ് ഇൻവിറ്റേഷൻസ് പോകാനുണ്ട്. സോ വി നീഡ് ടു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദാറ്റ് നൗ. അപ്പം ലെറ്റ്സ് ഗോ ഹെഡ്. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് ഇൻവിറ്റേഷൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഈസ് ഫോർ ദ ഗ്രൂം ആലൻ. അപ്പം ആലൻ തന്നെയാണ് എല്ലാ കാർഡെല്ലാം ഡിസൈൻ ചെയ്തത്. ഹി വാണ്ടഡ് സമ്മൺ ടു അസംബിൾ എവറിത്തിങ് ഫോർ ഹിം ആൻഡ് ഹി കെയിം അക്രോസ് എവർവുഡ് പേപ്പർ കമ്പനി. സോ നമ്മൾക്കിപ്പം അസംബ്ലി സ്റ്റാർട്ട് ചെയ്യണം. ഇറ്റ്സ് ഗോയിങ് ഔട്ട് ദിസ് വീക്ക്. ആക്ച്വലി എവർവുഡ് പേപ്പർ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഇൻവിറ്റേഷൻസ് വെച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഒരിക്കലും ഇൻവിറ്റേഷൻസിൽ ലിമിറ്റ് ചെയ്യാൻ പ്ലാൻ ഇല്ലായിരുന്നു. ഒരുപാട് ക്യൂറേഷൻസ്. ടു ബി ഓണസ്റ്റ്, ഈ ഒരു എവർവുഡ് പേപ്പർ കമ്പനി എന്നുള്ളൊരു ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 years മുന്നേ ഉള്ളൊരു പ്രിപ്പറേഷനാണ്. ബിക്കോസ് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം വി ആക്ച്വലി സ്റ്റാർട്ടഡ് എ പേജ് കോൾഡ് പേപ്പർ കട്ട്സ് വെയർ ഇൻ വി വെർ ഡൂയിങ് വെഡിങ് ഇൻവിറ്റേഷൻസ്. പിന്നെ അത് എല്ലാവരും ജോലിയൊക്കെ ആയി, പിന്നെ അതങ്ങ് നിന്നുപോയി. പിന്നെ ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസിന് പോയി, PG പോയി. അപ്പം അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എനിക്ക് എൻ്റെ ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ ഒരു കരിയർ പെർസ്യൂ ചെയ്യാൻ താല്പര്യമില്ലാന്ന്. ആക്ച്വലി ഐ ഡിഡ്ന്റ് ഹാവ് മച്ച് പ്ലാൻ ഓൺ ഇറ്റ്. പക്ഷേ ഒരു പേടിയാണ്. ബിക്കോസ് വി നോ ദാറ്റ് ദിസ് ഇസ്, എനിക്കറിയായിരുന്നു ഇത് തന്നെയാണ് എനിക്ക് ചെയ്യാൻ ആഗ്രഹം എന്ന്. പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, എന്തായിത്തീരും, ശരിയാവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. I knew this is what I wanted, but I just wasn't ready to accept it എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇവൻച്വലി ഒരു ലോവസ്റ്റ് പോയിന്റ് ഇൻ ലൈഫ് എത്തിയപ്പം ലൈക്ക് ഇനിയിപ്പോൾ തുടങ്ങിയില്ലെങ്കിൽ ഇനി എന്നാ. അങ്ങനെയാണ് ഫൈനലി ഞാൻ എവർവുഡ് പേപ്പർ കമ്പനി ഇങ്ങനെ ലോഞ്ച് എന്നുള്ള രീതിയിലൊന്നും അല്ലായിരുന്നു. ഇൻസ്റ്റെഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം, ഹൂസ് ഗോണ നോ എന്നുള്ള രീതിയിലാണ് ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അബൌട്ട് 6 months ആവുന്നു സിൻസ് വി സ്റ്റാർട്ടഡ്. ആൻഡ് അത്യാവശ്യം നല്ല റെസ്പോൺസാണ് എല്ലാവരുടെ കയ്യിൽ നിന്നും. വലിയ ഗ്രോത്ത് ഒന്നും വലിയൊരു എസ്റ്റാബ്ലിഷ് ലെവലൊന്നും എത്തിയില്ല. ബട്ട് ഐ എം റിയലി ഗ്ലാഡ് ദാറ്റ് ഐ സ്റ്റാർട്ടഡ് ഇറ്റ് വെൻ ഐ സ്റ്റാർട്ടഡ് ഇറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നേനെ. പിന്നെ വീട്ടിലൊക്കെ ഭയങ്കര ഒബ്ജെക്ഷൻ ആയിരുന്നു. നീ ഇത്രയും പഠിച്ചിട്ട് നീ പണിക്കാണോ പോകുന്നത് എന്നൊക്കെ ഉള്ളൊരു, അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് തന്നെ എൻ്റെ ഫ്യൂച്ചർ എന്നാവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പിന്നെ ഇപ്രാവശ്യം ഐ ജസ്റ്റ് സ്റ്റുഡ് ബൈ മൈ ഡിസിഷൻ. കാരണം ഇപ്പം ചെയ്തില്ലെങ്കിൽ എന്നാന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കാരണം പ്രായം കുറയുന്നതല്ലാതെ കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ. അപ്പം ഇനിയിപ്പോൾ നാളെ സൂൺ ഇനഫ് ഐ വിൽ ബി ഗെറ്റിംഗ് മാരിഡ് ഓർ സ്റ്റാർട്ടിങ് എ ഫാമിലി ഓഫ് മൈ ഓൺ. അപ്പം നമുക്ക് 100 റെസ്പോൺസിബിലിറ്റീസാണ്. ഇപ്പം അധികം റെസ്പോൺസിബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം റെഡിയാക്കാനോ എന്തെങ്കിലും ബിസിനസ് പ്ലാൻ ആണെങ്കിലോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. പക്ഷേ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞാൽ എത്രത്തോളം അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതിരിക്കാനൊന്നുമില്ല. വേണമെന്ന് വെച്ചാൽ ചക്കവേരിലും കഴിക്കുന്നതാണ്. എന്നാലും ഇപ്പോൾ കിട്ടുന്ന ഒരു ഫ്രീ സ്പേസ് ഉണ്ടല്ലോ, അത് അന്ന് കിട്ടണം എന്നില്ല. ആൻഡ് ഐ കാണ്ട് കീപ്പ് എക്സ്പെക്ടിങ് ദാറ്റ് ഓക്കെ ഫൈൻ ചിലപ്പം അപ്പത്തേക്കും ചെയ്യാമായിരിക്കും, അപ്പം എല്ലാം സോർട്ട് ആവുമെന്ന് വെച്ചാൽ പുത്തൻ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പം ഐ എം റിയലി ഗ്ലാഡ് ദാറ്റ് ഐ സ്റ്റാർട്ടഡ് ഇറ്റ് വെൻ ഐ ഡിഡ് ഇറ്റ്. ഒരിക്കലും ഈ ബിസിനസ് എളുപ്പമാണ്, ഇറ്റ്സ് എൻ ഈസി സോഴ്സ് ഓഫ് മണി എന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഹാർഡ്ഷിപ്സ് ഒരുപാട് കാണും. നമുക്ക് എന്തായാലും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം ഓഫ് വാട്ട് വി ആർ ഡൂയിങ് ഓർ വാട്ട് ഈസ് അവർ വിഷൻ ഓർ വേർ വി എക്സ്പെക്ട് അവർ ബ്രാൻഡ് ടു ബി ഇൻ ദ നെക്സ്റ്റ് 2-5 years or let's say 10-15 years. അപ്പം അങ്ങനെ ഒരു ഐഡിയ വേണം. വി നീഡ് ടു ഹാവ് അവർ റിസർച്ച്. ഞാൻ പറഞ്ഞ പോലെ ഈ എവർവുഡ് പേപ്പർ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അറ്റ്ലീസ്റ്റ് ഒരു 2 years ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ഉണ്ട് ഇതിനു വേണ്ടി. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ക്രിയേറ്റ് ചെയ്യും, ഇഷ്ടപ്പെടുമ്പോൾ അത് പോയി സാമ്പിൾ എടുക്കും, സൂക്ഷിച്ച് വെക്കും, അങ്ങനെ ആയിരുന്നു. പിന്നെ അപ്പം ഇന്ന് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം വാട്ട് വി ആർ പ്ലാനിങ് ടു ഡു. എന്താ പറഞ്ഞുകൊണ്ടിരുന്നേരം മറന്നുപോയി. ടു ബി ഓണസ്റ്റ് ഐ എം നോട്ട് വെരി ഗുഡ് അറ്റ് മൾട്ടി ടാസ്കിങ്. ടു ബി ഓണസ്റ്റ്
ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വരെ ഞാൻ മറന്നു. ഞാനപ്പം പോസ് ചെയ്ത് വീഡിയോ ഒന്നുകൂടെ കണ്ടിട്ട് എന്നിട്ടാണ് ഐ എം സ്റ്റാർട്ടിങ് ഓഫ് ഫ്രം ദെയർ. ഇറ്റ്സ് നോട്ട് എ ഗുഡ് സൈൻ ബട്ട് ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്. സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമുക്കിതൊരു ഈസി സോഴ്സ് ഓഫ് മണി ആയിട്ട് കൺസിഡർ ചെയ്ത ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളെന്നും ഒരു ഇൻസ്റ്റാഗ്രാം റീലിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ കാണുന്നതെന്ന് പറയുമ്പം അവർ സ്റ്റാർട്ട് ചെയ്ത പോയിന്റും അവരുടെ എൻ പോയിന്റ് അവരിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്. ലൈക്ക് ആഫ്റ്റർ 5-10 years ലെറ്റ്സ് സേ അവരെത്തി നിൽക്കുന്നു, അവർ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നു, അവരുടെ ലൈഫ് സ്റ്റൈൽ മാറി. സോ ദിസ് ഇസ് വാട്ട് വി ആർ സീയിങ്. പക്ഷേ വാട്ട് ഐ പ്രിഫർ ലുക്കിംഗ് അറ്റ് ഇസ് ഹൗ ദേ എൻഡഡ് അപ്പ് അറ്റ് ദാറ്റ് പോയിന്റ്. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ വിൽ ഗെറ്റ് വെയർ വി വാണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ദാറ്റ്സ് ദ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ബട്ട് അത് പലപ്പോഴും നമ്മൾ കാണാതെ പോകാറുണ്ടെന്ന്. കാരണം ലെറ്റ്സ് സേ ഒരു 2-3 years ബാക്ക് എന്നോട് ചോദിക്കുമായിരിക്കും, ഞാനും ആ ഒരു എൻ ഗോളിൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ എൻഡ് റിസൾട്ടിൽ മാത്രമായിരിക്കും ഞാനും ഫോക്കസ്ഡ് ആയിരുന്നത്. പക്ഷേ നമ്മൾ സീരിയസ് ആയിട്ടൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ദിസ് ഇസ് we need to focus on the journey എന്നുള്ളത്. So what I tell myself is just keep doing what you're supposed to do. Baki everything will fall into place. That's how it is, right? You reap what you sow എന്നാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ എന്നെ ഒരു 9 to 5 പിടിച്ചിരുത്താൻ കൊള്ളത്തില്ല. Because I truly believe that I'm not a good fit for it. അവസരം വന്നാൽ ചെയ്തേ അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി പിന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ അല്ലാതെ I wouldn't prefer being in one. Because I'm someone who like to have things happening in my life. അപ്പം ലാസ്റ്റ് ഒരു 5-10 years എടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ ഐ വാസ് ലിറ്ററലി സർവൈവിങ്. ബട്ട് ഐ പ്രിഫർ ലിവിങ് മൈ ലൈഫ്. സർവൈവിങ്ങും ലിവിങ്ങും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പം ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫുൾ സ്വിങ്ങിൽ എവർവുഡിലോട്ട് ഇറങ്ങാൻ തുടങ്ങിയത്. ഐ എം ഡൺ സർവൈവിങ്, ഐ വോണ്ട് ടു ലിവ് മൈ ലൈഫ് എന്നുള്ളത്. ചെറിയ രീതിയിൽ എനിക്ക് ഓരോരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ത്രൂ എവർവുഡ്, which is indeed a blessing, of course. Making a lot of noise, right? I don't think I'll be able to speak while cutting it because my cutter makes unwanted noise, and ഞാനത് റെക്ടിഫൈ ചെയ്യാൻ നോക്കിയിട്ടില്ലെന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പം കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി അതിൻ്റെ കോർണേഴ്സ് ഒന്ന് ക്ലിപ്പ് ചെയ്യണം സോ ദാറ്റ് അത് കേർവ് ആക്കാൻ. പിന്നെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്കിന്ന് ഒരു വൈകുന്നേരം ഒരു 5-6 മണി ആകുമ്പോഴത്തേക്കും ഐ വാസ് പ്ലാനിങ് ടു ഗോ ടു ദ സ്റ്റോർ. ബിക്കോസ് നമുക്കിനി അടുത്ത് തന്നെ ഒരു ബ്രൈഡ്സ് മെയ്ഡ് ഹാമ്പർ ചെയ്യാനുണ്ട്. അപ്പം അതിൻ്റെ ബോക്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് എൻക്വയർ ചെയ്യാൻ വേണ്ടിയൊക്കെ വി ഹാവ് ടു ലീവ്. അപ്പം ഇപ്പം പോകണമെന്നുണ്ട്. പക്ഷെ ദ തിങ് ഇസ് ദാറ്റ് വെയിലാകുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് 5-6 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് കാം ഡൗൺ ആവുമല്ലോ. സോ അപ്പോഴത്തേക്കും പോവാം. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് ഒന്ന് ട്രാക്ക് ചെയ്ത് അതാകുമ്പോഴത്തേക്കും ഓരോ ദിവസം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് മൂവ് ചെയ്യാമല്ലോ. പക്ഷേ അതൊരിക്കലും സംഭവിക്കാറില്ല. ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് വെൻ ഇറ്റ് കംസ് ടു റണ്ണിങ് എ ബിസിനസ്. പക്ഷേ ഐ എം ട്രൈങ് മൈ ബെസ്റ്റ് ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ്. കാരണം അന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ അതങ്ങ് സോർട്ട് ആവുമല്ലോ. അപ്പം ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഗെറ്റ് ബാക്ക് ഓൺ ട്രാക്ക്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. സോ കാർഡും ടാഗും റെഡിയായി. ആദ്യം വിചാരിച്ചത് കാർഡ് മാത്രം ചെയ്യാമെന്നാ, പിന്നെ വിചാരിച്ചു ടാഗും കൂടെ അങ്ങ് കട്ട് ചെയ്ത് വെച്ചേക്കാന്ന്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ പണി അങ്ങ് കഴിയുമല്ലോ. പക്ഷേ ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഊപ്പാടിളകും. എന്തായാലും നമുക്ക് പോയി ഫുഡും കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി പണി സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. ചോറും ക്യാരറ്റ് തോരനും മീൻകറിയും പിന്നെ ഒരു രസത്തിന് ഒരു ഓംലേറ്റും തൈരും. പിന്നെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മരുന്ന് കഴിക്കുന്ന പോലെ ഒരു എപ്പിസോഡ് ഓഫ് പഴയ ഉപ്പുമുളകും. അതിപ്പോൾ ഒരു റുട്ടീനായിട്ട് മാറി. കുറച്ചധികം ലേറ്റായിപ്പോയി. അപ്പം പെട്ടെന്ന് റെഡിയായി സാധനം മേടിക്കാനായിട്ട് പോയി. കാരണം ക്രിസ്മസ് ഹാമ്പേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ സോഴ്സിങ് കുറച്ച് ലേറ്റാണ്. ബട്ട് സ്റ്റിൽ വി ഗോട്ട് ഇറ്റ് ഡൺ. ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ എണീറ്റത് ഒരു 2 മണിക്കൂറിന് ശേഷമാണ്. അപ്പോൾ 4:30 റെഡിയാവുമെന്ന് വിചാരിച്ചാൽ ഞാൻ എണീറ്റത് 5:30 ആയിപ്പോയി. പിന്നെ പെട്ടെന്ന് ഓടിച്ചാടി റെഡിയായി. മടി പിടിച്ചു ചെറുതായിട്ട്, നാളത്തേക്ക് ആക്കിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ചെയ്യേണ്ട കാര്യം നമ്മൾ ഇന്ന് തന്നെ ചെയ്തില്ലെങ്കിൽ വീണ്ടും ഡിലേ ആവും. എനിവേസ് ചാടി പിടിച്ച് പോയി ഞാൻ. എന്നിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളും കിട്ടി. ഇനിയും കുറച്ച് പണിയും കൂടെ ഉണ്ട്. പക്ഷേ ഐ വാസ് പ്ലാനിങ് ടു സ്ലീപ്പ് ഏർലി ടുഡേ ബിക്കോസ് സ്ലീപ്പ് സൈക്കിളൊക്കെ വീണ്ടും അവതാളത്തിലായി. എനിക്ക് ഉറക്കം കോംപ്രമൈസ് ചെയ്തൊന്നും ഞാൻ ചെയ്യാറില്ല. കാരണം ഉറക്കം കോംപ്രമൈസ് ചെയ്താൽ പിന്നെ ഞാൻ ആ ഡേ മൊത്തം ഗ്രമ്പി ആയിരിക്കും.
അപ്പം ഐ നീഡ് ടു ബ്രിങ് മൈ സൈക്കിൾ ബാക്ക് ഓൺ ട്രാക്ക്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. See you tomorrow.